പറയുന്നത് ഇവരെ ചോദ്യം ചെയ്യും. താങ്കൾക്ക് ന്യായമായി സംശയിക്കാവുന്ന സാഹചര്യങ്ങളെല്ലാം ഇല്ലേ? പി വി നരസിംഹറാവു താങ്കളെ മൂപ്പനാർ വഴി താങ്കളെ കാര്യങ്ങൾ ധരിപ്പിക്കുന്നു. മറുഭാഗത്ത് ഇവിടെ എ കെ ആന്റണിയുടെ നേതൃത്വത്തിൽ എ വിഭാഗം, ഉമ്മൻചാണ്ടി എല്ലാം ഉൾപ്പെടുന്ന എ വിഭാഗം കരുണാകരനെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തുന്നു. അന്ന് ഈ ഉദ്യോഗസ്ഥരുടെ വിവരങ്ങളെ രാഷ്ട്രീയമായി കരുണാകരനെതിരെ ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് ചെറിയാൻ ഫിലിപ്പിനെ പോലുള്ളവർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ സർക്കാർ വൈമനസ്യം കാണിക്കുന്നു. ഇവരെ ചോദ്യം ചെയ്യണമെന്ന താങ്കളുടെ ആവശ്യം പരിഗണിക്കപ്പെടുന്നില്ല. സാഹചര്യ തെളിവുകൾ വെച്ച് നോക്കുമ്പോൾ അന്നത്തെ എ വിഭാഗത്തിൽപ്പെട്ടവർ കരുണാകരനെതിരെ രാഷ്ട്രീയമായി ഒരു ആയുധമാക്കാൻ ISRO ചാരക്കേസിനെ ഉപയോഗിച്ചു എന്ന് സംശയിച്ചുകൂടെ? അല്ല, അതിപ്പോൾ ഞാൻ പറഞ്ഞില്ല, സംശയത്തിൻ്റെ പേരിൽ നമ്മൾ ആരെയും കുറ്റം പറഞ്ഞത് ശരിയല്ല. ഈ 3 ഉദ്യോഗസ്ഥന്മാരെ കുറിച്ച് അന്വേഷിച്ചാൽ എല്ലാം വ്യക്തമാവും. പിന്നെ നമ്മൾ സംശയം പറയേണ്ട കാര്യമില്ലല്ലോ. ഏതായാലും ഉദ്യോഗസ്ഥന്മാരെ ചോദ്യം ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. കാരണം ഇതുപോലത്തെ സംഭവങ്ങൾ ഭാവിയിൽ ആവർത്തിക്കപ്പെടരുത്. എ കരുണാകരനെ പോലെ ഏറ്റവും ഈ രാജ്യത്തിനെ സ്നേഹിച്ചൊരു വ്യക്തിയെ ചാരനാക്കി ഇറക്കി വിട്ട സംഭവങ്ങൾ ഇനി മറ്റാർക്കും ഉണ്ടാവരുത്. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അനുകൂലമായ തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ശ്രീ കെ മുരളീധരൻ എന്ത് ചെയ്യും? അന്ന് അതിനെക്കുറിച്ച് വേണ്ട രീതിയിൽ ആലോചിച്ച് എന്താണ് താങ്കൾ മനസ്സിലുണ്ടാക്കിയിട്ടുള്ളത്? മനസ്സിലുള്ള പറയാൻ പറ്റില്ല. കാരണം ഇത് കേസിൻ്റെ കാര്യമാണ്. ഹൈക്കോടതിയുടെ ഒരു ഡയറക്ഷനാണ്. ആ ഡയറക്ഷൻ ഗവൺമെൻറ് അതിന് പകരം ഗവൺമെൻറ് അതിനോട് ഒരു നെഗറ്റീവായിട്ടുള്ള സർക്കാർ ന്യായമായി നെഗറ്റീവായിട്ട് പെരുമാറാം. കാരണം സർക്കാർ പറയുന്നത് CBIയുടെ റിപ്പോർട്ടിന് ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം ഞങ്ങൾ നിരാകരിക്കുന്നു. ഒന്ന്. രണ്ടാമത്, ഈ ഉദ്യോഗസ്ഥരെല്ലാം സർവീസിൽ നിന്ന് പുറത്തുപോയവരാണ്. അവർ പിന്നെ എങ്ങനെ അവർക്കെതിരെ എന്ത് നടക്കും? സർവീസിൽ നിന്ന് പുറത്തുപോയവർക്ക് സർവീസിലുള്ള കാലത്ത് ചെയ്ത തെറ്റുകൾക്ക് ശിക്ഷ കൊടുക്കാമല്ലോ. ലക്ഷ്മണനെ എങ്ങനെയാണ് ശിക്ഷിച്ചത്? ഇപ്പോൾ വർഗീസിനെ കൊന്ന കേസിൽ ലക്ഷ്മണനെ ശിക്ഷിച്ചപ്പോഴാണ്? ലക്ഷ്മണ സർവീസുള്ളപ്പോഴാണോ? സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത് വീട്ടിലിരിക്കുന്ന സമയത്തല്ലേ അദ്ദേഹത്തിന് ആ കേസിൽ പങ്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞതും ഹൈക്കോടതിയിൽ അദ്ദേഹത്തിനെ ശിക്ഷിച്ചതും അദ്ദേഹം ജയിൽവാസം അനുഭവിച്ചതും സർവീസിലുള്ളപ്പോഴാണോ? സർവീസിലുള്ളവർ ഒരു തെറ്റ് ചെയ്തു എന്ന് റിട്ടയർ ചെയ്തതിന് ശേഷം തെളിഞ്ഞാൽ ഇന്ത്യൻ പീനൽ കോഡിൽ പറയുന്ന ശിക്ഷാവിധി അവർക്ക് നൽകാൻ സാധിക്കും. അത് മാത്രമല്ല, CB മാത്യു എന്ന് പറഞ്ഞാൽ ഇന്ന് ഇൻഫർമേഷൻ ഓഫീസർ കൂടിയല്ലേ. അപ്പോൾ അദ്ദേഹം സർവീസിലില്ലെങ്കിലും ഇനിയിപ്പോൾ ആ സർവീസിൽ നിന്ന് പോയി തന്നെ വിചാരിക്കുക, ഒരു സ്ഥാനവും ഇല്ലാതെ റിട്ടയർഡ് ഉദ്യോഗസ്ഥനായിട്ട് വീട്ടിലിരിക്കുകയാണെങ്കിൽ പോലും സർവീസിലുള്ളപ്പോൾ ചെയ്തൊരു പ്രവൃത്തിയെ ഭാവിയിൽ എത്ര പേരെ അങ്ങനെ അതുപോലെ ശിക്ഷിച്ചിട്ടുണ്ട്? ഒരുപാട് ഉദാഹരണങ്ങൾ. ഞാൻ ലക്ഷ്മണനെ ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഈ അഭിമുഖത്തിൻ്റെ തുടക്കത്തിൽ താങ്കൾ പറഞ്ഞു ഉമ്മൻചാണ്ടി വിഭാഗത്തിനെതിരെ ഗ്രൂപ്പ് വെച്ചുകൊണ്ട് ഒരു യുദ്ധപ്രഖ്യാപനത്തിൻ്റെ ആവശ്യം നിലവിലില്ല, കാരണം സർക്കാർ വളരെ സുഗമമായി മുന്നോട്ട് പോകുന്നു. ബാർ വിഷയത്തിൽ ഇപ്പോൾ ഹൈക്കോടതിയുടെ വിധി വന്നിരിക്കുന്നു. VM സുധീരൻ നിലവാരമില്ലാത്ത ബാറുകൾ അടച്ചുപൂട്ടണമെന്ന നിലപാടെടുത്തപ്പോൾ ശ്രീ കെ മുരളീധരൻ പറഞ്ഞു അപ്രായോഗികമാണ്. അതിനെ കൂടി മറികടന്നാണ് ഉമ്മൻചാണ്ടി മുഴുവൻ ബാറുകളും അടച്ചുപൂട്ടണമെന്ന് പറഞ്ഞത്. അത് കുറെ കൂടി അപ്രായോഗികമായിരുന്നു. പക്ഷേ ഇപ്പോൾ കോടതിയുടെ വിധി വന്നിരിക്കുന്നു 4 സ്റ്റാർ 5 സ്റ്റാർ ഹോട്ടലുകൾ മാത്രം, ഹെറിറ്റേജ് ബാറുകൾ മാത്രം അനുവദിച്ചുകൊണ്ട്. ഇത് VM സുധീരൻ്റെ നിലപാടിനോട് ചേർന്ന് നിൽക്കുന്നതല്ലേ? അതല്ല, അത് മൊത്തത്തിൽ അവസാനം UDF എടുത്ത തീരുമാനമാണ്. ഇത് ഒരു വ്യക്തിയുടെ സ്വാധീനം മാത്രമല്ല. ആ കാര്യത്തിൽ അന്ന് ശ്രീ സുധീരൻ പറഞ്ഞപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് പ്രായോഗികമായിട്ടുള്ള സമീപനം സ്വീകരിക്കണമെന്നാണ്. പക്ഷേ പ്രായോഗിക സമീപനം സ്വീകരിക്കണം എന്ന് പറഞ്ഞവരെയൊക്കെ ബാർ ലോബിയുടെ ആൾക്കാരായി ചിത്രീകരിക്കാനൊരു ശ്രമമുണ്ടായി. ആ ശ്രമം ഉണ്ടായ സമയത്ത് എങ്കിൽ പിന്നെ ഒരു കാര്യമുണ്ട്, എന്തിനാണ് ഒരു രൂപ മാത്രമായിട്ട് 418 മാത്രമാക്കുന്നത്? എന്തിനാ മറ്റേതും കൂടെ പൂട്ടാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ തീരുമാനം എടുക്കേണ്ടി വന്നത്. ഉമ്മൻചാണ്ടി എടുത്ത തീരുമാനം KPCCയുമായി ആലോചിച്ചല്ല, അദ്ദേഹം ഒരു യോഗത്തിൽ വരുന്നു, ഇതാണ് തീരുമാനമെന്ന് UDFൽ അറിയിക്കുകയാണ് ചെയ്തത്. VM സുധീരൻ എടുത്ത തീരുമാനം KPCCയുടെ തീരുമാനമല്ലാന്ന് MM ഹസൻ തന്നെ അന്ന് തിരുത്തുകയുണ്ടായിരുന്നു. അതെ, KPCCയിൽ ബാർ വിഷയത്തിനെ സംബന്ധിച്ച് ചർച്ച നടന്നെങ്കിലും തീരുമാനം എടുത്തിരുന്നില്ല. KPC എക്സിക്യൂട്ടീവിലും ജനറൽ ബോഡിയിലൊക്കെ ചർച്ച നടത്തി എന്നുള്ള ശരിയാണ്. പക്ഷേ അത് മുഖ്യമന്ത്രിക്ക് ആ യോഗത്തിൽ വന്ന് ഗവൺമെൻറ് എടുത്ത കാര്യങ്ങൾ വിശദീകരിക്കാനൊന്നും അവിടെ കഴിഞ്ഞിട്ടില്ല. പലതും പറഞ്ഞ കൂട്ടത്തിൽ ബാർ വിഷയവും കൂടെ ഇങ്ങനെ വേഗമായിട്ട് ചർച്ച ചെയ്തു എന്നല്ലാതെ ജനറൽ ബോഡി എക്സിക്യൂട്ടീവോ ഇങ്ങനെ തീരുമാനമായിട്ട് എടുത്തിട്ടില്ല. സ്വാഭാവികമായിട്ടും 418 ബാറിൻ്റെ കാര്യത്തിൽ മുഖ്യമന്ത്രിയെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നാൽ പിന്നെ എന്തിനാ 418 ആക്കുന്ന, എല്ലാ ബാറും അങ്ങ് കൂട്ടാന്ന് പറഞ്ഞു. അതിനെല്ലാവരും അംഗീകരിച്ചല്ലോ. സർക്കാരിൻ്റെ മദ്യനയത്തിനെതിരെ ബാർ ഉടമകൾ കോടതിയിൽ പോയപ്പോൾ അവർ പറയുന്ന പ്രധാനപ്പെട്ട വാദം വിവേചനം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കോടതി പറയുന്നു 4 സ്റ്റാർ 5 സ്റ്റാർ ബാറുകൾ മാത്രം മതി. അപ്പോൾ വിവേചനം എന്ന അവരുടെ പരാതി അല്ലെങ്കിൽ അവരുടെ ആക്ഷേപത്തിന് കുറെ കൂടി ബലം നൽകുന്നതാണ് ഇന്നത്തെ കോടതി വിധി. ഇനി മേൽക്കോടതികളിൽ പോയാൽ കുറെ കൂടി ഇളവുകൾ സംഭവിക്കുന്നു. ചുരുക്കത്തിൽ സർക്കാരിൻ്റെ മദ്യനയം ഫ്ലോപ്പ് ആകാൻ പോകുന്നു.
അതല്ല ഞാൻ പറയാം, ഇപ്പോൾ ഗവൺമെൻറ് എടുത്ത തീരുമാനത്തിൻ്റെ 75% കോടതി അംഗീകരിച്ചല്ലോ. 4 സ്റ്റാർ മാത്രമല്ലേ വ്യത്യാസമുള്ളൂ. 5 സ്റ്റാർ എന്ന് പറഞ്ഞാൽ 5 സ്റ്റാർ ഫെസിലിറ്റി തീരുമാനിക്കേണ്ട സംസ്ഥാന ഗവൺമെൻറ് അല്ല, കേന്ദ്രമാണ്. അപ്പോൾ അതിൽ ശരിക്കും പറഞ്ഞാൽ സംസ്ഥാന ഗവൺമെൻറ് അധികാരവുമില്ല. സംസ്ഥാന ഗവൺമെൻറ് അധികാരമുള്ള 4 സ്റ്റാർ വരെയുള്ള അടച്ചുപൂട്ടാനാണ് ഗവൺമെൻറ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ 5 സ്റ്റാർ എന്നുള്ള വിവേചനമല്ല, ഗവൺമെൻറ്റിൻ്റെ അധികാരം ഇല്ലായ്മയാണ്. അല്ല, 4 സ്റ്റാറിന് അനുവദിച്ചല്ലോ, 4 സ്റ്റാറിന് അനുവദിച്ചല്ലോ. ഇപ്പോൾ കോടതി പറഞ്ഞു 4 സ്റ്റാറും കൂടെ അനുവദിക്കാൻ പറഞ്ഞു. അപ്പോൾ അത് എന്ന് വിചാരിച്ചാൽ അത് ഗവൺമെൻറ് അംഗീകരിക്കണം എന്നില്ല, ചർച്ച നടത്തി അപ്പീൽ പോവാം. ചർച്ച നടത്തി അപ്പീലിന് പോകണമെന്നാണോ താങ്കളുടെ അഭിപ്രായം? അല്ല, അത് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അപ്പീൽ പോകണോ പോകണ്ടേ എന്നുള്ളത് പാർട്ടിയിലും മുന്നണിയിലും ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അത് ചർച്ച ചെയ്യുമ്പോൾ എൻ്റെ അഭിപ്രായം ഞാൻ അവിടെ പറയും. സ്വച്ഛ് ഭാരത് പദ്ധതിയുമായി സഹകരിക്കാനുള്ള ശശി തരൂരിൻ്റെ തീരുമാനം BJPയിലേക്ക് പോകാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരുക്കത്തിൻ്റെ ഭാഗമായി ശ്രീ കെ മുരളീധരൻ കാണുന്നുണ്ടോ? ഞാൻ പറഞ്ഞൊരു കാര്യം മാത്രമാണ്, ഈ പരിപാടി സ്വച്ഛ് ഭാരത് എന്നുള്ള മോഡിയുടെ പരിപാടി തട്ടിപ്പാണ്. കാരണം ഭാരതത്തിനെ മാലിന്യമുക്തമാക്കണം എന്നുള്ളത് ഈ രാജ്യം ഭരിച്ച എല്ലാ ഗവൺമെൻറ്റുകളും കൈക്കൊണ്ട തീരുമാനം തന്നെയാണ്. അതനുസരിച്ചിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നടന്നിട്ടുമുണ്ട്. പ്രധാനമന്ത്രി ചൂലെടുത്തുകൊണ്ട് മാത്രം ഭാരതത്തിൽ എല്ലാം ശുദ്ധമാവുമൊന്നുമില്ല. അതിന് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാന മുഖ്യമന്ത്രിമാരെ വിളിച്ച് പ്രോജക്റ്റ് തയ്യാറാക്കുന്നതിന് പകരം ഒരു ദിവസം പ്രധാനമന്ത്രി അങ്ങ് പ്രഖ്യാപിച്ചു, അദ്ദേഹം ഒരു ചൂലെടുത്ത് 2 തവണ തൂത്തുവാരി ഇതെല്ലാം ഇന്ത്യയിൽ എല്ലായിടത്തും ഇതങ്ങ് പ്രാവർത്തികമാക്കണം എന്ന് പറഞ്ഞാൽ ഇതൊരു തട്ടിപ്പാണ്. അപ്പോൾ അങ്ങനെയുള്ള തട്ടിപ്പുമായിട്ട് സഹകരിക്കേണ്ടതെന്നേ കോൺഗ്രസ് പറഞ്ഞിട്ടുള്ളൂ. നേരെ മറിച്ച് കോൺഗ്രസിൻ്റെ ഉൾപ്പെടെയുള്ള ഈ സംസ്ഥാനത്തെ മുഴുവൻ മുഖ്യമന്ത്രിമാരുടെയും യോഗം വിളിച്ചൊരു പ്രോജക്റ്റ് തയ്യാറാക്കിയിരുന്നുവെങ്കിൽ കോൺഗ്രസ് അതിനോട് സഹകരിക്കുമായിരുന്നു. പക്ഷേ